ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അകത്തേക്ക് കയറാതെ മുറിയുടെ വാതിക്കൽ നിന്നതേ ഉള്ളൂ സ്റ്റാൻലി. അവിടെ നിന്നുകൊണ്ട് അയാൾ അലീനയെ വിളിച്ചു. അവൾ അടുത്തേക്ക് ചെന്നു. സ്റ്റാൻലിയുടെ മുഖത്ത് അല്പം ക്രോധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ അവരോട് വഴക്കിന് പോകരുതെന്ന്. അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. അത് ശരിയാ, പക്ഷെ പപ്പ പറഞ്ഞത് അത് വേണ്ടതുപോലെ നോക്കിയില്ലല്ലോ. അവൾ ശാന്തമായി പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് നീ അതിൽ ഇടപെടേണ്ട എന്ന അർത്ഥത്തിലാണ്. ആരും എന്നെ ധിക്കരിക്കരുത്, എനിക്കിഷ്ടമല്ല. അതെൻ്റെ സ്വന്തം അപ്പയനായാൽ പോലും. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ പപ്പ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിലല്ല പ്രശ്നം. നീ അനുസരണക്കേട് കാണിച്ചു. അനാവശ്യമായ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇടപെടുന്നത് പണ്ട് മുതലേ എനിക്കിഷ്ടമല്ല. അത് അനാവശ്യമായിരുന്നു. അവിടെ ജോലിക്കാരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്ന് പപ്പയുടെ പൈസ വെറുതെ. അവരെല്ലാം വളരെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരാ. അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. കേടായ പച്ചക്കറി അതെടുത്തു കളഞ്ഞതുകൊണ്ടോ ഒരു മീനിൻ്റെ തല അല്പം കൂടുതൽ മുറിച്ചതുകൊണ്ടോ സ്റ്റാൻലിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. ഇതിനേക്കാളുമൊക്കെ വലുതായിട്ട് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലും എനിക്ക് പ്രശ്നമല്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഒരു റൊട്ടീനുണ്ട്. ചിലപ്പോൾ ഇത്തിരി നഷ്ടം സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതിലൊക്കെ ഇടപെട്ട് നീ എനിക്ക് അല്പം ലാഭമുണ്ടാക്കി തന്നിട്ട് ഒന്നും നേടാനില്ല. കുളത്തിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ എന്താകാനാണ്? അലീന ഒന്നും മിണ്ടാതെ നിന്നു. സ്റ്റാൻലി തൻ്റെ സ്വരം ഒന്ന് മയപ്പെടുത്തി. അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അവർ സന്തോഷത്തോടെ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചിപ്പാകം ഒരു നുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ എരിവും പുളിയും മധുരവും ഒന്നും പാകത്തിന് ചേർക്കാതിരുന്നാൽ മതി. അത് കൃത്യമായിട്ട് ചേർക്കാൻ വേണ്ടിയല്ലേ പപ്പ നമ്മൾ അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നത്? അവരത് ചെയ്യുന്നുണ്ടല്ലോ. അലീന, നീ ഇതിലൊന്നും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കളക്കാരി നോക്കാനല്ല. നിനക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് ഇനി എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ വാങ്ങിത്തരാം. നിനക്ക് എവിടെയൊക്കെ പോകണം ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഉടൻ പാസ്പോർട്ട് എടുപ്പിക്കണം. അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാം. എന്തൊക്കെ സുഖസൗകര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കി തരാം. എങ്ങോട്ടും പോകണ്ട. എനിക്ക് ഇവിടുന്ന് അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം തന്നാൽ മതി. അതില്ലെങ്കിൽ പിന്നെ വേറൊന്നും പപ്പ ഇനി എനിക്ക് കരുതണ്ട. അലീന തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. നീ ഇത്ര സില്ലിയാകരുത് അലീന. നിനക്കൊരു രാജകുമാരിയുടെ സുഖസൗകര്യങ്ങളോ ഞാൻ ഒരുക്കി തന്നിരിക്കുന്നത്. രാജാവിൻ്റെ മകളെപ്പോലെയാണ് നീ ഇവിടെ ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് നീ കിച്ചണിൽ കയറി അടുക്കളക്കാരോട് പിച്ചക്കണക്ക് പറഞ്ഞ് അവരോടും തർക്കിച്ച് വഴക്കുണ്ടാക്കിയും നീ നിന്റെ വില കുറച്ച് കളയരുത്. ഇവിടെ എൻ്റെ വില എന്താണെന്ന് പപ്പ ഇതുവരെ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ പറയേണ്ടി വന്നില്ലേ? അതുപോലും പറയരുതായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ജോലിക്കാരോട് വിളിച്ചു പറയുന്നത്? അപ്പോൾ ഞാൻ പപ്പയുടെ മോളാണെന്ന് പറഞ്ഞതും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അതല്ലായിരുന്നു അതിനുള്ള സന്ദർഭം. നീ മകളാണെന്നുള്ള സംഗതി ക്ലബിലോ മറ്റോ ഒരു ഫംഗ്ഷൻ നടത്തി അവിടെ വെച്ച് അനൗൺസ് ചെയ്യാനിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് നീ ഇവിടുത്തെ ജോലിക്കാരോട്. അലീന നിസ്സഹായതയോടെ തല താഴ്ത്തി നിന്നു. സ്റ്റാൻലി തൻ്റെ സ്വരത്തിൽ അല്പം കൂടി സൗമ്യത കലർത്തി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം. അനുസരണയുള്ളവരാ ഇവിടെ നിൽക്കുന്നവരെല്ലാം. നിന്നോട് ഞാൻ പറഞ്ഞതാണ് കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കരുതെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. കിച്ചണിലുള്ളവർ എന്ത് വിചാരിക്കും? ഈ സ്റ്റാൻലി പറഞ്ഞാൽ കേൾക്കാത്തവരും ഉണ്ടെന്നല്ലേ? പൗലോസ് പരാതിയുമായിട്ട് വന്നപ്പോൾ ഞാൻ അവനോടും പറഞ്ഞു ഇനി അലീന ഇതിൽ ഇടപെടില്ലെന്ന്. നീ എന്നെ ധിക്കരിച്ചപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായില്ലേ? സോറി പപ്പ, അലീന വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. പക്ഷേ പപ്പ ചെയ്യുന്നത് വലിയ തെറ്റാണ് കേട്ടോ. എന്ത് തെറ്റ്? ഇങ്ങനെ പപ്പയുടെ സ്വത്ത് നശിപ്പിക്കാനുള്ള മറ്റുള്ളവരെ അനുവദിക്കുന്നത്. അതിലൊന്നും ശ്രദ്ധയുമില്ലാത്തത്. അങ്ങനെയൊക്കെ നോക്കി പിശുക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോൾ ഞാനത് കൊണ്ടുപോകുന്നുണ്ടോ? ഇവിടെ ഇട്ടിട്ട് പോകണ്ടേ? പപ്പ ഇപ്പോൾ പറഞ്ഞത് ശരിയാ. നമ്മൾ വച്ചൊഴിഞ്ഞു പോകണം. ഒന്നും നമ്മുടേതല്ല. പക്ഷെ ചുമ്മാ വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നതാ. നമ്മൾ നശിപ്പിക്കാതെ, ദൂർത്തടിക്കാതെ, ചോർത്തിക്കളയാതെ നല്ലപോലെ സൂക്ഷിക്കണം. എനിക്ക് ശേഷം എന്തുമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. അടുത്തയാൾക്ക് കൈമാറുമ്പോൾ നല്ലൊരു മാതൃകയോട് കൂടി വേണം കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. എന്നാലേ അവരും സൂക്ഷിക്കൂ. സ്റ്റാൻലി അസ്വസ്ഥനായി. നീ പറയുന്നത് കേട്ടാൽ തോന്നും ഞാനെന്തോ മഹാപാപം ചെയ്തെന്ന്. സമ്പത്ത് നശിപ്പിക്കുന്നത് മഹാപാപം തന്നെയാ. അങ്ങനെ ചെയ്യാൻ പപ്പയ്ക്ക് അവകാശമില്ല. ആർക്കും അവകാശമില്ല. പപ്പ പറഞ്ഞത് ഇതൊന്നും കൊണ്ട്
കൊണ്ടുപോകണില്ല, ഇട്ടിട്ട് പോകണമെന്നാണ്, അതായത് ഉപേക്ഷിച്ചു പോകണമെന്ന്. പക്ഷേ ശരിക്കും ഉപേക്ഷിച്ചു പോവുകയല്ലല്ലോ, അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ. അവരെ നല്ലപോലെ സൂക്ഷിക്കേണ്ടേ, എന്നാലല്ലേ അതിനടുത്ത തലമുറയ്ക്ക് കേടുപാടൊന്നും കൂടാതെ കിട്ടൂ. ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് 25-30 ലക്ഷം വർഷങ്ങളായെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ എത്രമാത്രം ലക്ഷം വർഷങ്ങൾ മനുഷ്യർക്ക് ജീവിക്കേണ്ട ഭൂമിയായത്. ഓരോരുത്തരും തോന്നിയതുപോലെ ദൂർത്തടിക്കുകയും നശിപ്പിക്കുകയും ചെയ്താൽ ഇനി വരാനുള്ള നല്ല വെള്ളം കിട്ടാതെ, നല്ല വായു കിട്ടാതെ, നല്ല ഭക്ഷണം കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ലേ. അങ്ങനെ ചിന്തിച്ചാൽ ഒരു ഇല വെറുതെ നുള്ളിക്കളയാൻ നമുക്ക് തോന്നുമോ? ഒരു അരിമണി വെറുതെ കളയാൻ തോന്നുമോ? ലോകം എങ്ങനെയാണെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കോളും. നീ അതൊന്നും ഓർത്ത് തല പോയിക്കേണ്ട. സ്റ്റാൻലി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ട നമ്മളത് കറക്റ്റ് ചെയ്യണ്ടേ പപ്പ? ഇവിടെ ഒരു ശരികേടുമില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പി ഒരു കാര്യം ചെയ്യാമോ? കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എന്നെ ഏൽപ്പിച്ചതാ. ഞാനിവിടെ അടുക്കി പിറക്കാം. പപ്പയുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താതെ നോക്കിക്കൊള്ളാം ഞാൻ. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ ഞാൻ ഈ വീട് നടത്തിയപ്പോഴത്തെ ചിലവും പപ്പയുടെ ജോലിക്കാർ വീട് നടത്തിയപ്പോഴത്തെ ചിലവും കൂടി തട്ടിക്കിഴിക്കണം. പഴയതിൽ നിന്ന് എത്ര കുറച്ച് പൈസയാണോ ഞാൻ ചിലവാക്കിയത് അത്രയും തുക എനിക്ക് തരണം. അങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ എനിക്ക് കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുമല്ലോ. സ്റ്റാൻലി ചിരിച്ചു. നിനക്ക് എത്ര രൂപ വേണം? എന്നോട് പറ. 1 ലക്ഷം, 2 ലക്ഷം, അതോ 5 ലക്ഷം? നീ എത്ര ചോദിച്ചാലും ഞാൻ തരും. എനിക്ക് പപ്പയുടെ ഒരു പൈസ പോലും വെറുതെ വേണ്ട. സി അലീന, എന്നോട് ആരെങ്കിലും തർക്കിക്കാൻ വരുന്നത് എനിക്കിഷ്ടമില്ല. ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പെൺകുട്ടികൾക്ക് അനുസരണയാണ് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണം. എങ്കിൽ പിന്നെ എന്നെയും ഒരു പട്ടിക്കൂട്ടിൽ കിടത്തിയാൽ മതി. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതേയില്ല. അലീന പരിഭവിച്ചു. സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാളോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇവിടിപ്പോൾ എന്താണ് കുഴപ്പം? അത് പറ. കുഴപ്പമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ അടുക്കളയിലെ തോന്നിയാസം. ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുണ്ടായിരുന്നു. വീട്ടിലെ കിച്ചണിൽ എത്രയുമാണെങ്കിൽ തോട്ടത്തിൽ എത്രയായിരിക്കും? അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മളെ വിശ്വസിക്കണം. എങ്കിലേ അവർ നന്നായിട്ട് ജോലി ചെയ്യൂ. നന്നായിട്ട് ചെയ്യുന്നില്ലല്ലോ പപ്പ. കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, അവർ കറിയിൽ ഉപ്പ് കുറച്ചാൽ, കാപ്പിയിൽ മധുരം കൂട്ടിയാൽ, എരിവും പുളിയും വേണ്ടത്ര ചേർത്തില്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകുമല്ലോ എന്ന്. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ കറിയിൽ ഉപ്പ് കുറയ്ക്കുന്ന ജോലിക്കാരൻ ആത്മാർത്ഥതയുള്ളവനല്ലല്ലോ. നമ്മൾ വഴക്കു പറഞ്ഞാൽ പകരം വീട്ടാൻ വേണ്ടി നമുക്ക് തരുന്ന ചായയിൽ തുപ്പുന്ന ആളെ ജോലിക്ക് വെക്കാൻ കൊള്ളാമോ? അലീന, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാനും പിശുക്കി ജീവിച്ചിട്ടൊന്നുമില്ല. ധാരാളം വിഭവങ്ങളുള്ള ഊണുമേശയിലിരുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട്, എത്ര ഭാഗം വേസ്റ്റായി പോകുന്നുണ്ട് എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? പപ്പ ഇത്രയും കാലം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പപ്പ ഇവിടെ ഇങ്ങനെ വലിയ വില കൂടിയ ഊണുമേശയിൽ വില പിടിച്ച ഭക്ഷണം എച്ചിലാക്കി കളയുമ്പോൾ അതിനൊരിത്തിരി കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ച് കഴക്കൂട്ടത്തെ ഓർഫനേജിൽ ഒരു പെൺകുട്ടി വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ മകൾ. കഴിഞ്ഞ 23 വർഷക്കാലം. ഇപ്പോഴുമുണ്ട് എന്തൊക്കെയോ പപ്പമാരുടെ മക്കൾ. തലയ്ക്കടി കിട്ടിയ പോലെ തരിച്ചു നിന്നു പോയി സ്റ്റാൻലി നിമിഷങ്ങളോളം. ഇനിയൊന്നും മിണ്ടാതെ അയാൾ പിന്തിരിഞ്ഞു. അവതക്കുട്ടിച്ചായൻ കിച്ചണിൽ നിന്ന് സ്റ്റാൻലിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അയാൾ അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ട്. നീ തുടങ്ങിയോ രാവിലെ? അപ്പച്ചന് വേണോ? നിനക്കെന്താ ഒരു വല്ലാത്ത ഗൗരവം? ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ? നമുക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ലേ? സ്റ്റാൻലിയുടെ സ്വരത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. എന്താ ലാലിച്ച, എന്തു പറ്റി? അവൾ എന്തിനാ അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് തലയിടുന്നത്? ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ? അടുക്കള കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ അലീനയോട് പറഞ്ഞതാണ്. അപ്പച്ചനും കേട്ടതാണല്ലോ. എന്നിട്ട് ഇന്ന് രാവിലെ പോലീസുമായി വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അതൊരു തരം അധിക പ്രസംഗമല്ലേ? അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് തെമ്മാടിത്തരമല്ലേ കാണിച്ചത്? അതും അവൾ നോക്കി നിൽക്കുമ്പം ഞാനും അവനെ 2 ചീത്ത പറഞ്ഞു. അപ്പച്ചൻ പറയുന്ന പോലെയല്ല. അപ്പച്ചൻ പ്രായമായ ആളാണ്. എൻ്റെ അപ്പച്ചനാണെന്ന് അവനറിയാം. പൗലോസ് വെറുമൊരു അടുക്കളക്കാരനല്ല. എത്ര വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ വെച്ച് ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോൾ എത്ര പേർക്ക് അവൻ വെച്ചു വിളമ്പിയിരിക്കുന്നു. അവനുണ്ടാക്കുന്ന ഏത് ഫുഡും നന്നായിരിക്കുന്നു എന്നല്ലാതെ ഒരാളും ദുഷിച്ചു പറഞ്ഞില്ല. അവൻ നോക്കുമ്പോൾ അവൻ്റെ പകുതി പ്രായമില്ലാത്ത ഒരു പെണ്ണ് വന്ന് അവൻ്റെ കൈക്ക് കയറി പിടിക്കുന്നു. അവനൊരു വാശിക്ക് അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പൊങ്ങച്ച കാണിച്ചിട്ടുണ്ടാകും.
പൊങ്ങച്ചമല്ല, അഹങ്കാരം. അതുപോലൊരു വാശി അവൾക്കുമില്ലേ? നിന്റെ മകളല്ലേ അവൾ? നീ പറഞ്ഞാൽ അനുസരിക്കുന്നത് പോലെ തന്നെ അവൾ പറഞ്ഞാലും അനുസരിക്കണ്ടേ നിന്റെ ജോലിക്കാർ? അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഇവിടെ ഒരു വില? ആദക്കുട്ടിച്ചായൻ അലീനയുടെ പക്ഷം പിടിച്ചു തർക്കിച്ചു. അവൾക്ക് വിലയില്ലേ? അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ഒരുക്കി വെച്ചത്? അവൾക്ക് എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എടുപ്പിച്ച് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എത്ര ലക്ഷം രൂപ അവൾക്ക് വേണമെങ്കിലും അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്നും അവൾക്ക് വേണ്ട. ഇവിടുത്തെ അടുക്കളയിൽ അവളുടേതായ ചില പരിഷ്കാരങ്ങളും ചിട്ടകളും ചെലവ് ചുരുക്കലുമൊക്കെ നടപ്പാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മതി. നീ വിട്ടുകൊടുത്തേക്കണം ലാലിച്ച. അവൾ ഇഷ്ടം പോലെ നടത്തട്ടെ. ഇവിടെയുള്ള ജോലിക്കാർ പിണങ്ങിപ്പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഞാൻ എന്തു ചെയ്യും? 1-2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച് ഇവളുടെ പാട്ടിന് പോകും. ഞാൻ പിന്നെ എങ്ങനെ മനസ്സിനിണങ്ങിയ ഒരു കുക്കിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അത് ശരിയാണല്ലോ. മകൻ പറയുന്നതിലും അല്പം കഴമ്പുണ്ട്. അത് കുട്ടിച്ചായന് തോന്നി. ഈ പെണ്ണുങ്ങളുടെ എല്ലാ സ്വഭാവം ഒരുപോലെയാ അല്ലേ? അവർക്ക് ആരെയെങ്കിലും ഭരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ടിട്ട് മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കണം. അപ്പൻ്റെയും ആങ്ങളമാരുടെയും ഭർത്താവിൻ്റെയും വാക്കുകളെ ധിക്കരിക്കണം. എന്നാലേ അവർക്കൊരു സംതൃപ്തി കിട്ടൂ. അപ്പച്ചൻ്റെ ചിന്നമ്മ ഇങ്ങനെയായിരുന്നു. നിന്റെ അമ്മയെ നിനക്കറിയില്ലേ? അമ്മ അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പച്ചനോട് വഴക്കുണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞ് കേട്ടിട്ടുമില്ല. പുറമേ പറയാറില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്നമ്മ അവളുടെ പരാതിയും പിണക്കവും പരിഭവവും വഴക്കും എല്ലാം പറയുമായിരുന്നു. ഞാൻ ചുമ്മാ കേട്ടോണ്ട് കിടക്കും. ഈ ചിന്നമ്മ അപ്പോഴപ്പോൾ നമ്മോട് നേരിട്ട് കാര്യം പറയുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതുപോലെ തന്നെ അവൾ അവരുടെ മുമ്പിൽ വെച്ച് അവൾ എൻ്റെ മകളാണെന്ന് വിളിച്ചു പറഞ്ഞത് ശരിയാണോ? അതിലൊരു കുറ്റം പറയാനില്ല. നന്നായി പോയെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ പപ്പയുടെ എന്ന് പറഞ്ഞപ്പം അവളുടെ മുഖം നീ ശ്രദ്ധിച്ചിരുന്നു? നല്ല അഭിമാനത്തോടെ അവൾ പറഞ്ഞത്. എനിക്കത് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പച്ച, അതല്ല കാര്യം. അവളാണോ അത് പറയേണ്ടത്? ഞാൻ അവളുടെ അപ്പനാണെന്ന് അവൾ പറഞ്ഞാൽ അതിനൊരു വിലയുണ്ടോ? ഞാൻ പറയണം ഇതെൻ്റെ മകളാണെന്ന്. എങ്കിലേ അതിനൊരു അംഗീകാരമുള്ളൂ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവളെ കൊണ്ടുപോയി പറയിപ്പിച്ചത് നിന്റെ തെറ്റ്. നേരത്തെ പറയേണ്ടതായിരുന്നല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ പറയേണ്ടവരോടെല്ലാം നീ പറയണമായിരുന്നു. അലീന എന്നുള്ള പേരുള്ള എൻ്റെ മകൾ ഇവിടെ വന്നു ചേരാൻ പോവുകയാണെന്ന്. നന്നായി. അപ്പച്ചൻ തന്നെ എന്നോടിത് പറയണം. എനിക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ ആളാ. പുനലൂരിൽ നിന്ന് വന്ന് 3-4 ദിവസം മുമ്പ് ചാടിപ്പോകുന്നത് എന്തിനായിരുന്നു? അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും നാട് കടത്താൻ അല്ലേ? അവതക്കുട്ടിച്ചാൻ കാറ്റുപോയ ബലൂൺ പോലെ ഒന്ന് ചുരുങ്ങി. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കാൻ പറയാൻ വേണ്ട. ഇപ്പോഴെന്തിനാ നിന്റെ പ്രശ്നം? ചിന്നമ്മയുമായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പഠിപ്പിക്കാനാണ് അവൾക്ക് ശ്രമം. അപ്പച്ചൻ അറിയാമല്ലോ എൻ്റെ സ്വഭാവം. ഒടുവിൽ അങ്ങനെ അവസാനിച്ചു. ആരാ തോറ്റത്? അപ്പനോ മകളോ? നമ്മളിവിടെ സുഭിക്ഷമായിട്ട് ജീവിച്ച കാലത്ത് അവൾക്ക് ഓർഫനേജിൽ പട്ടിണിയായിരുന്നത്രേ. അതെൻ്റെ കുറ്റമാണോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കാനും ഓർഫനേജിൽ താമസിക്കാനും ഞാൻ സമ്മതിക്കൂ? നീ എന്തു മറുപടി പറഞ്ഞവളോട്? ഞാനെന്തു പറയാൻ? 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാ എൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ 23 കൊല്ലം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാം. ഇതങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. സ്റ്റാൻലി നിറച്ചു വെച്ചിരുന്ന മദ്യ ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. സ്റ്റാൻലി സാധാരണ അങ്ങനെയല്ല കുടിക്കാറ്. ഇത് അധികരിച്ച മാനസിക സംഘർഷത്തിൻ്റെ ലക്ഷണമാണെന്ന് ആദക്കുട്ടിച്ചായൻ അറിയാം. സാരമില്ല ലാലിച്ച, നീ ഒരു കാര്യം നീ ഓർത്താൽ മതി. നിന്റെ മോൾ കള്ളത്തരത്തിനും അനീതിക്കുമൊന്നും കൂട്ടുനിൽക്കില്ല. ആത്മാർത്ഥതയുള്ളവളാ, സ്നേഹമുള്ളവളാ, നന്മയുള്ളവളാ. അങ്ങനത്തെവളെ ലാലിച്ച ഒരപ്പന് വേണ്ടത്. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ഞാൻ ചെന്ന് അവളോട് സംസാരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് മധ്യസ്ഥം പറയാൻ ഞാനല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ആരും മധ്യസ്ഥം പറയണ്ട. അങ്ങോട്ട് ചെല്ലണ്ട. താമസമല്ലേ ഉള്ളൂ. അവതക്കുട്ടിച്ചായനെ ചിന്നമ്മ വിളിച്ചോണ്ട് ഉള്ളം കൈയിൽ എടുത്തു വെച്ച് ചുരുട്ടിപ്പിടിക്കാൻ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അന്യായത്തിനൊന്നും അവൾക്ക് കൂട്ടു നിൽക്കത്തില്ല. അതും പറഞ്ഞ് അവതക്കുട്ടിച്ചായൻ മുറി വിട്ടിറങ്ങി. അലീനയുടെ മുറിയിലെത്തിയപ്പോൾ അവൾ കഴുകാനുള്ള ഡ്രസ്സുകൾ എടുത്ത് ബക്കറ്റിലിടുന്ന അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് അവതക്കുട്ടിച്ചായൻ ചോദിച്ചു. നീ കരഞ്ഞോ? ഇല്ല. നുണ പറയല്ലേ മോളെ. നിന്റെ മുഖം കണ്ടാൽ അറിയാം. അവളുടെ കൺവീലുകൾ നനഞ്ഞിരുന്നു. കൺതടങ്ങൾ കണ്ണീറിൽ ഒലിച്ചതിൻ്റെ പാടുണ്ടായിരുന്നു. പപ്പ ഇവിടെ വന്ന് എന്നെ വഴക്കു പറഞ്ഞു. ആഹാ, അത്രേ ഉള്ളൂ? അവൻ പറഞ്ഞത് അനുസരിക്കാത്ത വന്നോണ്ടല്ലേ? വേണ്ടാത്ത കാര്യത്തിൽ നീ ചെന്ന് തലയിട്ടിട്ടല്ലേ? വേണ്ടാത്ത കാര്യത്തിലൊന്നുമല്ല. അവൻ്റെ സ്വഭാവം അങ്ങനാ.
എല്ലാവരും അവനെ അനുസരിച്ചോളണം. പട്ടാളത്തിൽ അവനൊരു കേണലല്ലായിരുന്നോ? എത്ര പട്ടാളക്കാർ അവൻ്റെ കീഴിലുണ്ടായിരുന്നെന്ന് നിനക്കറിയുമോ? കീഴിൽ മാത്രമല്ലല്ലോ, മുകളിലും ഉണ്ടായിരുന്നല്ലോ കുറച്ച് പേര്. അത് കുട്ടിച്ചായന് ചിരി വന്നു. ആഹാ, നിനക്കതൊക്കെ അറിയാമോ? അതെ, ഈ കേണലെന്ന് പറഞ്ഞ ഉദ്യോഗത്തിന് ഇപ്പോഴത്തെ ഒരു പദവി മാത്രമാ. ആ യൂണിഫോം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അപ്പച്ചൻ്റെ മോൻ ഒന്നും മനസ്സിലാക്കണം. ഇപ്പോഴും വലിയ കേണലാണെന്ന വിചാരം. നീ അടുക്കളയിൽ കയറി പൗലോസിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയതിൽ അവൻ ഒട്ടും പിടിച്ചില്ല. അവന് നിസ്സാര കാര്യത്തിന് കണക്ക് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല. കുറച്ച് പൈസ പോയാലും ശരി, അന്തസ്സ് കളഞ്ഞ് കുളിക്കരുതെന്ന് അവൻ്റെ പ്രമാണം. ഇതിൻ്റെ പേര് അന്തസ്സെന്നല്ല, അഹങ്കാരം. അത് വല്യപ്പച്ചൻ്റെ മോൻ ഇത്തിരി കൂടുതലാണ്. ആകെ 100-200 ഏക്കർ തോട്ടമേ ഉള്ളൂ, എന്നിട്ടും വലിയ എസ്റ്റേറ്റ് ഉടമയാണെന്ന വിചാരം. ഇക്കണക്കിന് ടാറ്റയും ബിർളയും ഒക്കെ എന്തുമാത്രം അഹങ്കരിക്കണം. അവളുടെ വർത്തമാനം, അത് പറയുമ്പോഴത്തെ ഭാവം അത് കുട്ടിച്ചായനെ രസിപ്പിച്ചു. അവർ അഹങ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? നമ്മൾ കാണുന്നില്ലല്ലോ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനെ തമാശയാക്കണ്ട കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അവന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുക. നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ ഇതിനകം അരക്കുപ്പി കഴിച്ചു കഴിഞ്ഞു. അത് കുട്ടിച്ചാൻ പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു കുപ്പി ദേഷ്യം കൂടി എടുത്ത് മുൻപിലോട്ട് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ? കുടിച്ചു തീർക്കട്ടെ. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ അവൻ ഇവിടുന്ന് നാട് കടത്തും, ഉറപ്പാ. പിന്നെ ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുമല്ലേ? വല്യപ്പച്ചൻ അറിയാമോ, ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടണം എന്നാ. ഇപ്പം ഞാൻ തിരുത്തി. ഇനി എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇവിടുന്ന് പോകില്ല. അതെന്തു പറ്റി അങ്ങനെ തിരുത്താൻ? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു റിട്ടയർഡ് കേണലും കുറച്ച് ഭൃത്യന്മാരും. ഈ കേണലിൻ്റെ ഭാര്യയും മക്കളെ ഉണ്ടല്ലോ, ആരെയും ഈ വഴിക്ക് കണ്ടില്ലല്ലോ. കേണൽ അങ്ങോട്ടും പോയി കണ്ടില്ലല്ലോ ഇതുവരെ. 4-5 ദിവസമായില്ലേ ഞാൻ വന്നിട്ട്. കേണൽ ഇതുവരെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഫോൺ ചെയ്യുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എങ്ങാനും അങ്ങേര് ഫോൺ വന്നിട്ടില്ല. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിനെന്താ പ്രത്യേകിച്ച് അർത്ഥം? കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അവർ അഞ്ചലിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ ലാലിച്ചനും സന്തോഷമായിട്ട് കഴിയുന്നു. അത് കുട്ടിച്ചായൻ പറഞ്ഞു. അത് മനസ്സിലായില്ല. കുറച്ച് പട്ടികളും കുട്ടികളും, നിറയെ ബ്രാൻഡിയും വിസ്കിയും, കുറേ സിഗരറ്റ് പുകയും, കേണലിൻ്റെ ഇഷ്ടാനുസരണം രുചിയോടെ വെച്ച് വിളമ്പുകയും പരിചരിക്കുകയും ചെയ്യുന്ന ജോലിക്കാരും എല്ലാം കൂടി ചേർന്ന് ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ പൊളിക്കും. ഇതിൻ്റെ അടിയിൽ വേറെ എന്തൊക്കെയോ ചില വേരുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മാന്തി എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അലീന രണ്ടും കൽപ്പിച്ച മട്ടിൽ പറഞ്ഞു. തമാശയല്ല മോളെ. അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ചെന്നാൽ ലാലിച്ച നിന്നെ ഇവിടെ നിന്ന് നിലം തൊടാതെ ഓടിക്കും. അലീന ഇവിടുന്ന് എങ്ങോട്ടും ഓടിപ്പോവില്ല. ലാലിച്ചൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. അത് കുട്ടിച്ചാൻ പൊട്ടിച്ചിരിച്ചു. ആട്ടെ, എന്തു ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം? ഞാൻ സമരം ചെയ്യും വല്യപ്പച്ച. എന്ത് സമരം? അതൊക്കെ കണ്ടോ. ഞാനും ലാലിച്ചനും തമ്മിൽ വഴക്കുണ്ടായാൽ വല്യപ്പച്ചൻ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരുടെ പക്ഷത്ത് നിൽക്കണം? അതെല്ലാം വല്യപ്പച്ചൻ്റെ ഇഷ്ടം പോലെ. ഇത്രയും നാളും ഞാൻ ലാലിച്ചൻ്റെ പക്ഷത്താണ് നിന്നത്. ഇനി കാലു മാറുന്നതെങ്ങനാ? കാലു മാറണ്ട. ഇപ്പുറത്ത് ചിന്നമ്മ ഒറ്റയ്ക്ക് നിൽപ്പുണ്ടെന്ന് കാണുമ്പോൾ എങ്ങനെയായാലും കാലു മാറിയിരിക്കുമെന്നേ. അലീന മുഖം ചിരിച്ച് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ആദക്കുട്ടിച്ചായൻ വാത്സല്യത്തോടെ അവളുടെ തോളത്ത് കൈ ചേർത്ത് പിടിച്ചു. ഞാൻ എൻ്റെ ചിന്നമ്മയുടെ പക്ഷത്ത് തന്നെ ചേരും. എന്താ? ആദക്കുട്ടിച്ചായൻ്റെ മുഖത്തൊരു കളച്ചിരി പടർന്നു. അത് കണ്ട് അലീനയ്ക്കും ചിരി വന്നു. നമുക്കൊന്നിച്ച് ഫൈറ്റ് ചെയ്ത് ആ കേണലിനെയും കേണലിൻ്റെ സൈന്യത്തെയും കീഴടക്കി നമ്മുടെ പക്ഷത്ത് ചേർക്കണം അല്ലേ? അലീന ചിരിയോടെ ചോദിച്ചു. ഊവെന്ന ആദക്കുട്ടിച്ചായൻ തലയാട്ടി സമ്മതിച്ചു. ഞാനൊരു രഹസ്യം പറയാം. രാവിലെ നീ കിച്ചണിൽ കയറി പൗലോസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തപ്പോഴും ഞാൻ നിൻ്റെ പക്ഷത്തായിരുന്നു. എനിക്കതങ്ങ് നല്ലപോലെ രസിച്ചു. ആദക്കുട്ടിച്ചായൻ സ്വകാര്യം പറയും പോലെ അലീനയോട് പറഞ്ഞു.